ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ അമ്മമാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണെന്ന് മാത്രമല്ല നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ബീട്രൂട്ട് ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ഹാഫ് പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ പേസ്റ്റാക്കി എടുക്കും. ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ബീട്രൂട്ടിൻ്റെത് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലി മാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി മാവ് ഇപ്പം ഞാനിവിടെ ഒരു അത്യാവശ്യം ഒരു വലിയ തവി തന്നെ 4 തവിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. വലിയ തവി ഇട്ടിട്ട് നമ്മൾ ഒന്നായിട്ട് കുത്തി ഉടച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കരുത്. കാരണം ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുള്ള മാവാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് സ്ലോലി ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പം ബീട്രൂട്ടൊക്കെ നന്നായിട്ട് മാവായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. മാവോടെ മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം തന്നെ ഞാൻ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് മാവ് നമ്മൾ നോർമലി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കണ ആ ഒരു ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റീം വരുന്ന ആ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും കേട്ടോ. അതൊരു നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ടിപ്പാണ്. ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ നോർമലി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയം തന്നെ മതി. അപ്പോൾ തന്നെ അത് ഇഡ്ഡലി റെഡി ആയി കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളർഫുള്ളൊക്കെ ആയി കൊടുക്കുമ്പോൾ കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും. ഇനി ഇതാ ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഡബിൾ കളറായിട്ടുള്ളൊരു ഇഡ്ഡലിയും കൂടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നോർമലി ഉള്ള വൈറ്റ് മാവ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ബീട്രൂട്ട് ചേർത്തിട്ടുള്ള ഒരു പിങ്ക് മാവും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒരു വെറൈറ്റി ഇഡ്ഡലിയും കൂടെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മളെ ഡബിൾ കളറ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല കളർഫുള്ളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.